നമസ്കാരം, ഞാൻ രാജീവ് പിള്ളെ. എക്കോസ് ഓഫ് എക്സൈലിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കൂടെ ഇന്നൊരു പുതിയ അതിഥിയുണ്ട്. അതിഥി എന്ന് പറയാനൊക്കത്തിൽ നമ്മുടെ സഹോദര തുല്യനാണ്, ബ്രദറാണ്. സംസാരിക്കുക, ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കാരണം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ വരാം എന്ന് കരുതി വന്നതാണ്. കഴിഞ്ഞ 2 വർഷമായി ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് വളരെ കൃത്യമായ രീതിയിൽ യുവകലാസാഹിതി എന്ന ഒരു ഗ്രൂപ്പിലൂടെ വളരെ കൃത്യമായ രീതിയിൽ നിലപാടുകളോടുകൂടി ജിബി തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ജിബി വീണ്ടും മത്സരിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെയുണ്ട് ജിബി വിശേഷം? ജിബി എവിടെ, നാട്ടിലെവിടെയാണ്? നാട്ടിൽ കൊല്ലം കൊട്ടാരക്കര. കൊട്ടാരക്കര അമ്പലത്തിനടുത്താ അല്ലേ? അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ. ഇവിടെ എത്ര വർഷമായി? ഇവിടെ 20 years. 20. ഫാമിലിയൊക്കെ ഇവിടെ തന്നെ? ഫാമിലിയോട്. എവിടെ വർക്ക് ചെയ്യുകയാണോ? വർക്ക് ചെയ്യുക. ചെറിയൊരു ബിസിനസ് തന്നെയാണ്, ഒറ്റയാൾപ്പട്ടോളം എന്ന് പറയാം. അപ്പോൾ അതും നമ്മുടെ സംഘടന ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാ ദിവസവുമായിട്ട് വരുന്നു, നമ്മുടെ ജോലികൾ ചെയ്യുന്നു. അങ്ങനെ തന്നെ. ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രകാശിനെ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. ഞങ്ങൾ നമ്മുടെ ഒരു പോഡ്കാസ്റ്റിലെ ആദ്യത്തെ നമ്മുടെ അതിഥി പ്രകാശായിരുന്നു, ശ്രീപ്രകാശായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറിയാണ് അത് തന്നെ. ഓക്കെ. അപ്പോൾ വളരെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം നിങ്ങൾ എന്താ പറഞ്ഞു, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ നടത്തിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പം എന്താണ് പിന്നെ ജിബിക്ക് പറയാനുള്ളത്? പൊതുവെ ഈ നമ്മുടെ ജീവിതവും, സാധാരണ ജീവിതവും, കുടുംബജീവിതവും അസോസിയേഷനുമായിട്ടുള്ള ഒക്കെ എങ്ങനെയാണ് ജിബിയെ ഇതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്തത്? സത്യം പറഞ്ഞാൽ ഞാൻ 2006 UAE-ലെത്തുന്നത്. ഏകദേശം 2008 കഴിഞ്ഞപ്പോഴത്തേക്ക് സാമൂഹിക പ്രവർത്തനത്തിലുള്ള പല സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റി. ആദ്യമായി പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ സാന്ത്വനം എന്ന് പറയുന്ന CD അംഗീകാരമുള്ള, ദുബായിൽ അംഗീകാരമുള്ള ഒരു സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കും. യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടത്തുന്ന ആ സംഘടനയുടെ നല്ല ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോവുകയും അത് കഴിഞ്ഞാണ് ഒരു 2010 ആയപ്പോഴത്തേക്ക് നാട്ടിൽ കുറച്ച് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ASF-ഉം AYF-ഉം ഒക്കെ ആയിട്ട് ഇടതുപക്ഷ ചിന്താധികാരനായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഈ CPI-യുടെ ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. വള്ളികുന്നം, തോപ്പിൽ ഫാസി, കാമ്പിശ്ശേരി കരുണാകരൻ, CK കുഞ്ഞിരാമൻ്റെ ഒക്കെ ഞങ്ങളൊക്കെ അയലത്തുകാരും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. അങ്ങനെ അവിടുന്ന് വന്ന് ഒരു 3-4 വർഷം ഇവിടുത്തെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് സംഘടന ഇവിടെ ഉണ്ടെന്നും സാംസ്കാരിക സംഘടനകളുണ്ടെന്നും അങ്ങനെ യുവകലാസാഹിതി എന്ന് പറഞ്ഞ അപ്പം നമ്മൾ ആ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് മുന്നോട്ട് പോയി. അങ്ങനെയുള്ള പ്രവർത്തനത്തിലേക്ക് പിന്നെ മാറി. അത് കഴിഞ്ഞിട്ടാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് നമ്മൾ എത്തുന്നതും അവിടുത്തെ പല കോവിഡ് കാലം തൊട്ട് പ്രളയകാലം വരെയുള്ള പല പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. സത്യസന്ധമായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു കാലത്ത് 2-2.5 വർഷത്തിന് മുമ്പ് യുവകലാസാഹിതി ഇന്ത്യൻ അസോസിയേഷനിൽ മത്സരിക്കാനുള്ള ഒരു അവസരം തന്നു. ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു. നല്ല രീതിയിൽ. അല്ല, അതിനെക്കുറിച്ച് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഈ ആക്സസ് ഇന്ത്യൻ അസോസിയേഷനിൽ ഞാൻ കേട്ടിടത്തോളം ഇന്ത്യൻ അസോസിയേഷനിലൊക്കെ കുറേ ഈ താപ്പാനകളുടെ ഒരു കേന്ദ്രമെന്ന് പറയും. ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഞാൻ അറിവ് പറയുന്ന കേട്ടോ, എൻ്റെ വാക്കുകളായിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. കുറേ ആളുകൾ ഇതിനകത്തേക്ക് സ്ഥിരമായിട്ട് അവിടെ വൈകിട്ട് വന്നിരിക്കുന്നവരും അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഇരിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഞങ്ങളെപ്പോലുള്ളൊക്കെ ദുബൈയിൽ നിന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ ഒരു ആക്സസ് എത്രത്തോളം ഈസി ആയിരുന്നു? ഈ സംഘടന ത്രൂവിലാണോ ഈ ഒരു ആക്സസ് കിട്ടിയത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആശങ്ക എനിക്കും ആദ്യമേ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വരുമ്പോൾ 2-3-4 പേരുടെ പേരിലാണ് ഈ പറയുന്ന സംഘടനയെ ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ച് അറിഞ്ഞത്. ഇവരില്ലെങ്കിൽ ഇത് മുന്നോട്ടില്ല, ഇവരില്ലെങ്കിൽ ഇത് അവിടെ അവസാനിച്ചു എന്നൊക്കെ ചിന്തിച്ച ഒരു സമയങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. എന്നാൽ സത്യസന്ധമായി പറയാം, ദാമോദർജി ഇത് തുടങ്ങി വെച്ച് കാലഘട്ടങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ പലരും അത് കൈമാറി വന്നപ്പോൾ പുതുതലമുറയിൽപ്പെട്ട ഞാനും അടക്കം ഇതിൻ്റെ ഭാഗമായി. ഈ ഭാഗമായപ്പോൾ അന്ന് പേടിയോടാണ് ഇതിലോട്ട് കയറുന്നത്. എന്നാൽ ഈ പറയുന്ന എനിക്കല്ല, എൻ്റെ അടുത്ത തലമുറയിൽ വരുന്ന ആൾക്കും ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ആർക്കും ആരുടെ പേരിലും ഇത് എഴുതി വെച്ചിട്ടില്ല. പുതുതലമുറയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് മത്സരിച്ച് ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആവുന്നത്. വേണ്ട
പിന്തുണ പ്രസിഡൻ്റെ ഭാഗത്തുനിന്നും സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ട്രഷറിയുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് നാളെ വേറൊരു തലമുറ, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഇതിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. ഇനി വരുന്ന തലമുറയ്ക്ക് ഭാഗമാണെങ്കിൽ നിങ്ങൾ മാറിക്കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും മാറണം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം എന്തെങ്കിലും തരത്തിലുള്ള ക്യാപ്പുകളോ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്? എത്ര വർഷം വേണം മത്സരിക്കാവുന്നോ? അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻ അസോസിയേഷൻ്റെ ബൈലോ പ്രകാരം ഒരു സ്ഥാനത്തേക്ക് 2 തവണ മത്സരിക്കാൻ ഒക്കൂ കോൺസിക്യൂട്ടീവ് അതുണ്ട്. എന്നാൽ അതാത് സംഘടനകളും കൂടെ ചിന്തിക്കണം. ഇപ്പോൾ നമ്മളെ പ്രൊമോട്ട് ചെയ്ത ഓരോ സംഘടനാ സിസ്റ്റത്തിൽ പണ്ട് തുടർന്ന് വരുന്ന ഒരു സിസ്റ്റം, ഈ വർഷം പ്രസിഡന്റ് ആവുന്ന ആൾ അടുത്ത പ്രാവശ്യം സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നു, സെക്രട്ടറി ആവുന്ന ആൾ മത്സരിക്കുന്നു. അതൊക്കെ ഒരു അതാ നമ്മൾ ആ സംഘടന അതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആ സംഘടനയെ തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് എൻ്റെ അടുത്ത ആളെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, എൻ്റെ സംഘടന അടുത്ത ആളെ എങ്ങനെ പറഞ്ഞു. ജിബിയെ വീണ്ടും നിങ്ങളുടെ സംഘടന വീണ്ടും നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് താങ്കളുടെ ഭരണ മികവ് കൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ സംഘടന ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ എന്താണെന്ന്. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ തന്നെ ഇന്നേ ഒക്കൂ നാളെ ഈ അസോസിയേഷൻ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. അടുത്ത ആർക്കും നിന്നാലും. അപ്പോൾ ഈ ജിബിയുടെ ഈ ഭരണകാലത്ത് ജോയിന്റ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്തമുള്ളതാണ്. ഒരുപാട് ജിബി ഏതെങ്കിലും മേഖലകളിൽ പ്രത്യേകമായിട്ട് എന്തായിരുന്നു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി? യഥാർത്ഥ സംഘടന ഈ ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയ ശേഷം മാനേജിംഗ് കമ്മിറ്റി എനിക്ക് പർച്ചേസ് കമ്മിറ്റിയാണ്. അടിപൊളി കമ്മിറ്റിയാണല്ലോ, കാശുണ്ടാക്കാൻ പറ്റിയ കമ്മിറ്റിയാണ് എന്ന് പുറത്തുള്ള ആളുകൾ പറയുന്നു. സത്യമായിട്ട് പുറത്തുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ അങ്ങനെ ഒരു രീതി കാശ് ഉണ്ടാക്കിയിട്ടുണ്ടോ? സത്യസന്ധമായി പറയാം, ഒരു ഫിൽസ് അവിടുന്ന് ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അല്ല, അങ്ങനെ പിന്നെ ഈ ജിബിക്ക് അങ്ങനെ പൈസ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണോ, അതോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണോ? എന്താ നമ്മുടെ സിസ്റ്റം? മുൻകാലങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് മൊത്തം പറയാൻ പറ്റത്തില്ല. കേട്ടറിവുകൾ അങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ നമ്മുടെ സിസ്റ്റത്തിൽ വന്നപ്പോൾ കൃത്യമായി എങ്ങനെയാണ് പർച്ചേസ് കമ്മിറ്റിയെ കൊണ്ടുപോകണമെന്ന് നമ്മളൊരു പ്ലാൻ ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും ട്രഷറിൻ്റെയും ഒരു കാഴ്ചപ്പാടിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് കൊട്ടേഷൻ വരേണ്ടതെന്നും ആ കൊട്ടേഷൻ എങ്ങനെയാണ് പൊട്ടിച്ചിട്ട് എങ്ങനെയാണ് നെഗോസിയേഷൻ ചെയ്യേണ്ടതെന്നും ആ നെഗോസിയേഷൻ ചെയ്തിട്ട് ഈ മുൻകാലങ്ങളിൽ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയുന്നില്ല. ഈ എമൗണ്ട് പുറത്ത് പോയിട്ട് വീണ്ടും എമൗണ്ടിനെ മാറ്റിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അല്ല, പ്രകാശമായിട്ട് ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളൊരു വളരെ കൃത്യതയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി അദ്ദേഹം സംസാരിച്ചത് ജനങ്ങൾക്ക് മനസ്സിലാവും ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഏത് തരം ₹1 ഒരു ഗ്ലൂ എന്ന് പറഞ്ഞ ഒരു വലിയ വിഷയം. ഞാൻ ആലോചിച്ചിട്ട് ഈ ഡേ ടു ഡേയിലും ഒക്കെ കിട്ടും നമ്മുടെ വീട്ടിലൊക്കെ മേടിക്കുന്ന ഇത്രയധികം ഗ്ലൂ മേടിച്ചിട്ട് ഇതിനകത്ത് എന്ത് അഴിമതി കാണിക്കാനാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞത് ആരോപണമായിരിക്കാം. അതും ഞാനും അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പർച്ചേസുകൾക്കും സെൻട്രലൈസ്ഡ് നിങ്ങൾ വാങ്ങിക്കുന്ന പർച്ചേസ് കൊട്ടേഷനോട് കൂടി വാങ്ങിക്കുന്നു, അത് മാനേജിംഗ് കമ്മിറ്റി നിങ്ങൾ അപ്രൂവൽ എടുക്കുന്നു, സാമ്പിൾ അടക്കം അപ്രൂവൽ ആക്കും. സാമ്പിൾ വന്നതിന് ശേഷമാണ് അത് അപ്രൂവ് ആക്കുന്നത്. നമ്മളല്ല അപ്രൂവ് ചെയ്തതിന് ശേഷം സാധനം കിട്ടിക്കഴിഞ്ഞാണോ ഈ പൈസ കൊടുക്കുന്നത്? സാധനം കിട്ടി 1 month 2 month കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും. പക്ഷേ ഈ സാമ്പിൾ കൊണ്ടുവന്ന് അത് തന്നെ നമ്മൾ സ്റ്റോറിൽ വെക്കുകയും ആ സാധനം തന്നെ അല്ല വന്നില്ലെങ്കിൽ പിന്നെന്ത് ഈ ഗ്ലൂ നിങ്ങൾ ഓർഡറിലുണ്ടായിരുന്നു, അത് വന്നില്ല എന്ന്, പക്ഷേ പൈസ സാമ്പിൾ അടക്കം നമ്മൾ വെച്ചിരുന്നു. സ്റ്റോറിൽ വന്ന സാധനം പറഞ്ഞ സാധനം അല്ല വന്നത്, സാമ്പിൾ തന്ന സാധനം അല്ല വരാത്തത് കൊണ്ട് ആ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുകയായിരുന്നു. അന്നേരം അതിൽ നമ്മൾ പറഞ്ഞ സാധനം തരാത്തത് കൊണ്ട് അവരുടെ ഫണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ അഴിമതിയില്ല. സാധനം കിട്ടാത്തത് കൊണ്ട് പൈസ കൊടുത്തിട്ടില്ല. ഇത് പുറത്തെ ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മാത്രം. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനുണ്ടാവുന്ന അതാണ് നിങ്ങളുടെ പക്ഷം. പിന്നെ വേറെ ഇപ്പം ജനറൽ സെക്രട്ടറി ആയിട്ട് 2 വർഷം ഇരുന്ന ആൾ നേരെ പ്രൊമോഷനിലേക്ക് വരികയാണ്. സംഘടനയുടെ സുപ്രധാനമായ ഒരു പദവിയായ PSTയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതായത് പ്രസിഡന്റും സെക്രട്ടറിയും കഴിഞ്ഞാലുള്ള ട്രഷറർ സ്ഥാനത്തേക്കാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പർച്ചേസ് ആയിരുന്നു. പർച്ചേസിൽ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ട്രഷററാണ് കാശ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ട്രഷററാണ് ഇപ്പം മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് സംഘടന പറഞ്ഞു, അതിൽ മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെ മത്സരരംഗത്ത് എത്രത്തോളം ഒരു ആത്മവിശ്വാസമുണ്ട്? നമ്മളെ ഇത്ര നാളും നമ്മൾ ആളുകളുമായിട്ട് സഹകരിച്ചു, അസോസിയേഷനിൽ ഒരുപാട് ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്? ഇപ്പോൾ ഒരുപാട് ആളുകൾ മത്സരിക്കാറുണ്ടല്ലോ. നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, നിങ്ങൾ പർച്ചേസുകാരനായതുകൊണ്ട്. അല്ല, അങ്ങനെ എൻ്റെ പേരെടുത്ത് ആരും പറയത്തില്ല. കാരണം അത്രയും സത്യസന്ധമായും സുതാര്യമായാണ്
പർച്ചേസ് ആയാലും ഇന്ത്യൻ അസോസിയേഷൻ്റെ കഴിഞ്ഞ 2-2.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയേക്കുന്നത്. എല്ലാവരും ചേർത്ത് പിടിക്കുകയും അതിലുപരി ഓരോ ആൾക്കാരുടെയും വിഷമങ്ങൾ കേൾക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ സത്യസന്ധമായാണ് കാര്യങ്ങൾ ചെയ്തത്. അത് എല്ലാ ജനങ്ങൾക്കും എല്ലാ അസോസിയേഷൻ മെമ്പർമാർക്കും കൃത്യമായി അറിയാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും സംഘടനയും മുന്നണിയും എന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ CCTV പോലെ കുറേ കണ്ണുകൾ നമ്മൾ നോക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു അസോസിയേഷൻ 2,000 പേരോളം മെമ്പേഴ്സും ഇത്രയും കുട്ടികളും ഒക്കെ ഉള്ള സ്കൂള്, ഇവിടെയൊക്കെ ചെന്നിട്ട് നമ്മളങ്ങനെ ധൈര്യപ്പെടുത്തില്ലല്ലോ അത്ര എളുപ്പം. ധൈര്യപ്പെടുന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട് അല്ല ഈ സമൂഹത്തിലുണ്ടവർ അങ്ങനെ ഉണ്ടായിരുന്നു, ഉണ്ട്. എന്നാലും എനിക്ക് ധൈര്യമുണ്ട്. കാര്യം ഞാൻ എൻ്റെ കൈ ശുദ്ധമാണ്, എൻ്റെ നെഞ്ചത്ത് കൈ വെച്ച് എനിക്ക് പറയാനൊക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത്. അതിലുപരി എനിക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ സാധിക്കും. എൻ്റെ കൂടെ നിൽക്കുന്ന സമൂഹം, എൻ്റെ ഇന്ത്യൻ അസോസിയേഷൻ്റെ മെമ്പർമാർ എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഈ പാനൽ നിങ്ങൾ നിസാർ തളങ്കരയുടെയും ശ്രീപ്രകാശിൻ്റെയും ഒക്കെ കൂടെ നിങ്ങൾ 3 പേരടങ്ങുന്ന നയിക്കാൻ പോകുന്ന ഈ പാനൽ, പ്രദീപ് നെമ്മാറ ഉണ്ട് നിങ്ങളുടെ കൂടെ. അദ്ദേഹം കഴിഞ്ഞ വർഷം വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്. ഇതേപോലെ തന്നെ ഒരു വലിയ റോളുള്ള ഒരു പോസ്റ്റാണ് വൈസ് പ്രസിഡൻറ്റും. സൗമ്യനായ മനുഷ്യൻ, വളരെ സൗമ്യനായ മനുഷ്യനാണ്. അദ്ദേഹമൊക്കെ ആയിട്ട് വീണ്ടും തുടർന്ന് പോവുക അല്ലേ? അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഞാനും കഴിഞ്ഞ വർഷം ഈ ഇലക്ഷൻ സമയമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇരിക്കുന്നത്. എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പറ്റില്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ നമ്മൾ എല്ലാവരെയും ഇരുന്ന് സംസാരിക്കുക, കേൾക്കുക. ഞാൻ ചെറിയൊരു പുതിയ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഒന്നിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. എന്തായാലും ജിബി വന്നു. ജിബി ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ജിബിയുടെ വീട്ടിൽ വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റി. വളരെ വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? ഒരു കാര്യം പറയാനുള്ളൂ. പർച്ചേസ് കമ്മിറ്റിക്കായാലും ബാക്കിയുള്ള മെയിൻ്റനൻസ് കമ്മിറ്റിക്കായാലും മാനേജിംഗ് കമ്മിറ്റിക്ക് അടക്കം ഈ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ തന്ന ഒരു ജനാധിപത്യ രീതിയിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാര്യം എല്ലാം സംസാരിക്കാനും എന്ത് പറയാനും എല്ലാത്തിലും ചർച്ച ചെയ്യാനും എല്ലാം പഠിക്കാനും ഉള്ളൊരു അവസരം തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാനേജിംഗ് കമ്മിറ്റിയിലുള്ള 16 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുതാര്യമായുള്ള പർച്ചേസ് കമ്മിറ്റിയും മെയിൻ്റനൻസ് കമ്മിറ്റിയും ട്രാൻസ്പോർട്ട് കമ്മിറ്റിയും മുന്നോട്ട് പോയത്. ഏതൊരു കാര്യത്തിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത്. അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വ തലത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട്, നേതൃത്വം എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും ഓരോ കാര്യങ്ങൾ ഏത് കാര്യം വന്നാലും ഇപ്പോൾ കമ്പ്യൂട്ടറായാലും ബുക്കായാലും മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളായാലും ബസ്സിൻ്റെ കാര്യങ്ങളായാലും ടയറിൻ്റെ കാര്യങ്ങളായാലും ഞങ്ങൾക്കിത് പഠിക്കാൻ പറ്റി. ആ അനുഭവം ഈ പറയുന്ന എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കിട്ടി. അത് കിട്ടിയത് കൊണ്ട് ഒരു ഭാഗമായി അസോസിയേഷന് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സുതാര്യമായ പ്രവർത്തനം നടത്താനും ഞങ്ങളെല്ലാം സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഈ പറയുന്ന അപ്പോൾ ജിബിയുടെ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷവും 3 മാസവുമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ വിനിയോഗിച്ചു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ശരിയായി ഇത്തരം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യം ചെയ്താൽ വീണ്ടും അത് ചെയ്യാൻ ആഗ്രഹിക്കും. ഏതെങ്കിലും തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റോ ഒന്നുമില്ല. നമ്മുടെ കുടുംബത്തെ വീട്ടിൽ വിട്ടിട്ട് ജോലിയും കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് വൈകിട്ട് അസോസിയേഷനിൽ വന്നിരുന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി സഹായിക്കാൻ ചെയ്യും. തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചോളം എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് അപവാദ പ്രചരണങ്ങൾ അല്ലെങ്കിൽ കുപ്രചരണങ്ങളിൽ ഉൾപ്പെടുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ കൈകൾ ശുദ്ധമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒപ്പം ഇവിടെ വന്നിരിക്കാനും എനിക്ക് സംസാരിക്കാനും ഒരു അവസരം കിട്ടിയത് എനിക്കതിനകത്ത് വളരെ സന്തോഷമുണ്ട്. കാരണം മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനിയും ജിബിക്ക് വേണ്ടി ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ശരിയല്ലാത്ത ഒരു നടപടി ആയതുകൊണ്ട് ഈ പോഡ്കാസ്റ്റിലൂടെ ജിബിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ജിബിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുണ്ട്. കാര്യം ഈ ഇപ്പോൾ പറഞ്ഞല്ലോ ആരോപണം, സാമൂഹിക പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ആരോപണങ്ങളുണ്ടാവുന്നു. അതെനിക്ക് പല സമയങ്ങളിൽ ഇങ്ങനെ നേരിട്ടപ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് പറഞ്ഞു, ഇവിടെ എല്ലാ നേതാക്കൾക്കെതിരെയും നിങ്ങൾ TV ഇട്ടുകയാണ് അല്ലെങ്കിൽ യൂട്യൂബ് അടിച്ചാണ് പ്രവർത്തിക്കുന്നവനെതിരെ ആരോപണങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ നിങ്ങൾ തകർന്നു പോയാൽ നിങ്ങൾ തീരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടാണ് നമുക്ക്. അതാണ് എനിക്ക് ധൈര്യം പിന്നെ അങ്ങോട്ട് ഉണ്ടായത്. അത് ഒരു 3-4 മന്ത്സ് കഴിഞ്ഞപ്പോഴാണ്
എനിക്ക് അങ്ങനെ ഒരു ധൈര്യം പിന്നെ കിട്ടിയത്. ഒരു ദിവസം നൈറ്റ് കിടന്നുറങ്ങുമ്പോഴാണ് നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഇത് എല്ലായിടവും കൊണ്ട് നിങ്ങൾ ടി വി ഇട്ട് കാണും, എത്ര ആരോപണങ്ങളായി പ്രതിപക്ഷ നേതാവിനെതിരെയും ഭരണപക്ഷത്തിരിക്കുന്നവരെയും എന്തോ യു എയിലുള്ളവരെയും അമേരിക്കയിലുള്ളവരെയും കുറിച്ച് പറയുന്നത്. ഏതായാലും മെയ് 17 ഇലക്ഷൻ. അത് തന്നെ, ഇലക്ഷന് ഞാൻ സത്യസന്ധമായി നേരിടും. സമൂഹം നമ്മളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ജയിച്ചു വരും, അതുപോലെ മുന്നോട്ട് പോകും. താങ്ക് യു വെരി മച്ച്. കാണാൻ കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം. നല്ല ഒരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.